ഇന്നത്തെ പരിപാടി ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. നമ്മൾ കടയിൽ പോയി അതിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് ചിക്കൻ വേവിക്കാം. ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കഴുകി വെച്ച ചിക്കനിലേക്ക് മസാലയും ഇഞ്ചിയും വെളുത്തുള്ളി കൂടി അരച്ചതും തേങ്ങയും ചെറിയുള്ളിയും കൂടി അരച്ചതും ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ട് നമുക്ക് നല്ലോണം തിരുമ്മി വെള്ളം ഒഴിക്കാതെ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ വേവാൻ വേണ്ടി ഇത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി നോക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ആ സമയം കൊണ്ട് ഒരു വലിയ ചെമ്പെടുത്ത് അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകാണ് ഇടുന്നത്. പച്ചമുളക് ഇത്തിരി കൂടുതൽ ഇടണം കേട്ടോ. അത് നല്ലോണം ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് തക്കാളി ഇടുക. തക്കാളി ഇട്ടിട്ട് നല്ലോണം തക്കാളി ഒടഞ്ഞു വരില്ല, ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാലകളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. മസാല ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വേവിച്ചതിന് ശേഷം അളന്ന് വെച്ചേക്കുന്ന വെള്ളം ചേർക്കാം. ഇതിലോട്ട് ഇനി പൊടികളായിട്ട് മല്ലിപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്. നമ്മൾ എത്ര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടോ അത്രയും സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പും മല്ലി പുതിനയിലും കൂടി ചേർത്ത് നമ്മൾ ചിക്കൻ വേവിച്ച സ്റ്റോക്കാണ് അതും കൂടെ ചേർത്ത് വെള്ളം തിളയ്ക്കുമ്പോൾ അരി ഇടണം. 6 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. ഇനിയാണ് ശരിക്കുള്ള പണി വരുന്നത്. ഇതിന്റെ വെള്ളം പറ്റി വരുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ നല്ല സാധ്യതയുണ്ട്. വെള്ളം ഒരു പകുതിയോളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി ഒരു 3/4 വേവാവുന്ന സമയത്ത് നമുക്കൊരു 45 മിനിറ്റ് ദമ്മിടണം. ബിരിയാണി ദമ്മാവുന്ന സമയം കൊണ്ട് ഞാൻ ചിക്കനൊക്കെ മസാല പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് വേഗം പാനിലോട്ട് പരത്തി വറക്കാൻ വേണ്ടി മാറ്റി വെച്ചു. ആ സമയം കൊണ്ട് സാലഡിനുള്ള സവോളയൊക്കെ അരിഞ്ഞ് അതിലോട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് ഞാൻ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. നമ്മുടെ ബിരിയാണി ഇവിടെ ദമ്മായി വന്നിട്ടുണ്ട്. 45 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ചെമ്പൊക്കെ തുറന്നു നോക്കുമ്പോൾ ഒരു മണം വരാനുണ്ട്. എന്റെ മോനെ, അടിപൊളിയാണ്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.